യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു മനുഷ്യൻ നന്നായി തീരുന്നതിന്റെ, അതിന് കാരണമാകുന്നതിന്റെ ചില ഘടകങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിങ്കലേക്ക് ഒരു ദിവസം മടങ്ങുമെന്നും അങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ ആ ലോകത്ത് സ്വർഗം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹവുമാണ് ഈ ലോകത്ത് ഒരു മനുഷ്യനെ നന്നാക്കി തീർക്കുന്നത്. അതുപോലെ തന്നെ കുടുംബ സാഹചര്യങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കുട്ടി വളർന്നു വരുന്നതിനിടയിൽ ആ കുട്ടി നന്നായി തീരുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം കുടുംബ സാഹചര്യമാണ്. പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി കഴിയുന്ന ഭാര്യയും ഭർത്താവും, മക്കൾക്ക് ഓരോ സന്ദർഭങ്ങളിലും നന്മയെക്കുറിച്ചുള്ള കൃത്യമായ ദിശാബോധം നൽകുന്ന മാതാപിതാക്കൾ, മാതൃകയുള്ള മാതാപിതാക്കൾ, അത് നമ്മുടെ മക്കൾ നന്നായി തീരുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് എന്നതും സൂചിപ്പിച്ചു. മറ്റൊന്ന്, ചെറുപ്പക്കാരാണെങ്കിലും മക്കളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാം ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ കഴിഞ്ഞ് മുന്നോട്ടു പോകുമ്പോൾ ഒരു മനുഷ്യൻ നന്മയിൽ നിലനിൽക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആ മനുഷ്യന്റെ സൗഹൃദമാണ്. അവരുടെ കൂട്ടുകാർ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സൗഹൃദങ്ങൾ എന്നത് ഓരോ കാലത്തും മാറി മാറി വരും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വിചാരിക്കുക എല്ലാ കാലത്തും എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഇവനായിരിക്കും എന്നതായിരിക്കും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏത് തരത്തിലുള്ള സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും തന്റെ വിശ്വാസവും തന്റെ ആദർശവും തന്റെ മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. സൗഹൃദം എന്നത് എല്ലാ ആളുകൾക്കും ഉണ്ടാകും. വ്യത്യസ്തങ്ങളായ സൗഹൃദങ്ങൾ ഉണ്ടാകും. ഏറ്റവും അടുത്ത സൗഹൃദം ഉണ്ടാകും. ചില കാര്യങ്ങളിൽ മാത്രം, തന്റെ കച്ചവടവും ബിസിനസ്സും ബാക്കിയുള്ള മേഖലകളിലും അവിടെ മാത്രം നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാകും. ചില സൗഹൃദങ്ങളെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് കാത്തു സൂക്ഷിക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കൂട്ടുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർ രണ്ടുപേരും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ആ യാത്രയിൽ പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ശത്രുക്കൾ ആ ഗുഹയിൽ വെച്ച് കാണും എന്ന ഒരു സമയമായപ്പോൾ ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വാഹിബിനോട്, തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ഭയപ്പെടണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ആയത്തിലൂടെ തന്നെ പ്രവാചകന്റെ സ്വാഹിബ്,
പ്രവാചകന്റെ കൂട്ടുകാരൻ എന്ന വിശേഷണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ എല്ലാവരും പ്രവാചകനിൽ അവിശ്വസിക്കുകയാണ് ചെയ്തത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്ന പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് തബൂക്ക് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ സാമ്പത്തികമായി ഏറെ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സന്ദർഭമായിരുന്നു. അന്തരീക്ഷവും തന്നെ സാമൂഹികമായ ചുറ്റുപാടും എല്ലാം കൊണ്ടും മനുഷ്യർക്കെതിരായി. ശക്തമായ ചൂടുണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, യുദ്ധത്തിനുള്ള കാര്യങ്ങളൊന്നുമില്ലാതിരുന്ന, ഭൗതികമായ സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്ന ആ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ തന്റെ എല്ലാ സമ്പത്തും കൊണ്ടുവന്നു വെച്ചു. പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താണുള്ളത്? ഇനി ഒന്നുമില്ല, ഇനി അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും മാത്രമേയുള്ളൂ എന്ന് പ്രവാചകനോട് മറുപടി പറയും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. താങ്ങും തണലുമായി നിന്നു. പ്രവാചകന്റെ കൂടെ സത്യസന്ധമായി പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ സന്തോഷിക്കുകയും പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു സങ്കടമുണ്ടാകുമ്പോൾ ആത്മാർത്ഥമായി സങ്കടപ്പെടുകയും ചെയ്തിരുന്ന ഒരു കൂട്ടുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ എല്ലാവർക്കും കൂട്ടുകാരുണ്ടാകും. ആ കൂട്ടുകാർ എന്നത് ഒരു വിശ്വാസിയുടെ കൂട്ടുകാർ എങ്ങനെയാണ്? ഒരു വിശ്വാസി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തേണ്ട ആളുകൾ എങ്ങനെയാകണം എന്നത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സൗഹൃദം വ്യത്യസ്തങ്ങളായത് നമുക്കെല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരോടും നമുക്ക് സൗഹൃദം പങ്കുവെക്കുകയും ചെയ്യാം, സൗഹൃദത്തിൽ ഏർപ്പെടുകയും ചെയ്യാം. അവിടെ മതമോ ജാതിയോ വിശ്വാസമോ ഒന്നും പ്രശ്നമല്ല. എന്നാൽ നമ്മുടെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങൾ എന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങളെ വഴിതെറ്റിക്കുന്ന, നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്ന് വഴുതിപ്പോകുന്ന, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്ക് പോറലേൽപ്പിക്കുന്ന, തിന്മയിലേക്ക് നാം എത്തിപ്പെടും എന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന സന്ദർഭങ്ങളിൽ സൗഹൃദത്തിന്റെ പേരിൽ, ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരിക്കലും ഒരു വിശ്വാസി അങ്ങനെയുള്ളതിലേക്ക് പോകരുത് എന്നതാണ് വിശുദ്ധ ഇസ്ലാം സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത് വളരെ പാവപ്പെട്ട സാധാരണക്കാരായ സ്വഹാബിമാരായിരുന്നു. പ്രവാചകന്റെ സൗഹൃദം, അവിടെ അള്ളാഹുവിന്റെ പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം നമുക്കെല്ലാവർക്കും ബാധ്യതയുള്ള ഒന്നാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു. വിശുദ്ധ ഖുർആൻ പറയുന്നത് വസ്ബിർ നഫ്സക, നിന്റെ മനസ്സിനെ നീ പിടിച്ചു നിർത്തണം. നിന്റെ മനസ്സിനെ നീ ക്ഷമയോടുകൂടി പിടിച്ചു നിർത്തണം. നമ്മളോടുകൂടിയാണ് പറയുന്നത്. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹ. അല്ലാഹുവിനെ ലക്ഷ്യമാക്കി, അല്ലാഹുവിന്റെ വജ്ഹിനെ ലക്ഷ്യമാക്കി പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിങ്കലേക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരുടെ കൂടെ നീ നിന്റെ ജീവിതത്തിൽ ക്ഷമയോടുകൂടി അവരുടെ കൂടെ നീ പിടിച്ചു നിൽക്കണം. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. ഐഹിക ലോകത്തിന്റെ ചില ആലങ്കാരികതകൾ കണ്ടുകൊണ്ട്, ഐഹിക ജീവിതത്തിലെ ചില ലാഭങ്ങൾ കണ്ടുകൊണ്ട്, ഐഹിക ജീവിതത്തിലെ ചില മനോഹാരിതകൾ ആസ്വദിച്ചുകൊണ്ട് അവരെ തൊട്ട് നിന്റെ കണ്ണുകൾ ഒരിക്കലും മാറിപ്പോകരുത്. ആരെ തൊട്ട്? ഈ വിശ്വാസികളെ തൊട്ട്. വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. നമ്മുടെ ഓർമ്മയെ തൊട്ട്, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് മറപ്പിച്ച് കളയുന്ന സൗഹൃദങ്ങൾ, കൂട്ടുകെട്ടുകൾ, അതിനെ നീ ഒരിക്കലും നീ അനുസരിക്കരുത്.
അള്ളാഹുവിന്റെ നിയമങ്ങളെയും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെയും ഇസ്ലാമിലെ ഹലാലുകളെയും മറപ്പിച്ചു കളയുന്ന കൂട്ടുകെട്ടുകളെ, സൗഹൃദത്തെ, അതിനെ നീ ഒരിക്കലും അനുസരിച്ചു പോകരുത്. വത്തബഅ ഹവാഹു, അതുപോലെ തന്നെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ചില ആളുകൾ, ആ ജീവിതത്തിലേക്ക് ഒരിക്കലും നീ അനുസരിച്ചു പോകരുത്. വകാന അംറുഹു ഫുർത്ത, കാരണം അതെല്ലാം നശിച്ചു പോകുന്ന ഒന്നാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. നമ്മുടെ സൗഹൃദം എന്നത് നാം ജീവിക്കുന്ന ഇടങ്ങൾ, നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ ജീവിതം, അവിടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സൗഹൃദങ്ങൾ ഉണ്ടാകാം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം. അതിലേക്കൊരിക്കലും നമ്മുടെ മനസ്സ് ആകർഷിക്കരുത്. നമ്മൾ അവരുടെ കൂടെ നടക്കുന്നുണ്ടാകും, നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടാകും, അവരെല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ഒരിക്കലും അനുസരിക്കരുത്. അള്ളാഹുവിന്റെ ഓർമ്മയെ തൊട്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയെക്കുറിച്ച് നഷ്ടപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ ചില സൗഹൃദങ്ങളിൽ ഉണ്ടാകും. അതിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? പിൻപറ്റുകയോ അനുസരിക്കുകയോ ചെയ്യരുത്. കാരണം അതെല്ലാം താൽക്കാലികമാണ്, അതെല്ലാം നശിച്ചു പോകുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് വിലയിരുത്തേണ്ടത്. നാം ജീവിക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തിലാണ്. അത് മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ ജീവിച്ച ഒരു ജീവിത പാരമ്പര്യവും ജീവിത രേഖയും ഉണ്ടാകും. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു തന്ന നല്ല മൂല്യങ്ങൾ ഉണ്ടാകും. ആ മൂല്യങ്ങളിൽ നാം ജീവിച്ചു പോകുന്നതിനിടയിൽ നാം ഒരു പക്ഷേ പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, കച്ചവടങ്ങളെക്കുറിച്ച്, ബിസിനസിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ചില സൗഹൃദ കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. അവർ ഭൗതികമായി ധാരാളം ഉയരും, അവർ ധാരാളമായി സാമ്പത്തികമായ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തും. അവരുടെ കൂടെ നമുക്ക് നടക്കാം, അവരുടെ കൂടെ നമുക്ക് സൗഹൃദം പങ്കുവെക്കാം. എന്നാൽ ആ സാമ്പത്തികമായ വിനിമയങ്ങൾക്കിടയിൽ, ആ ചർച്ചകൾക്കിടയിൽ അവരുടെ മുന്നിലേക്ക് വരുന്ന മദ്യ ചഷകങ്ങൾ ഉണ്ടാകും. അതിന്റെ കൂടെ നമുക്ക് കൂടാൻ പാടില്ല. ഒരുപക്ഷെ ആ സൗഹൃദത്തിന്റെ കൂടെ നമ്മെ അംഗീകരിക്കപ്പെടണമെങ്കിൽ, അവരുടെ ബിസിനസ്സിൽ നമ്മെ പാർട്ട്ണറാക്കണമെങ്കിൽ അവരുടെ കൂടെ അവരെ പോലെ നമ്മൾ ജീവിക്കേണ്ടി വരും. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഓർമ്മയെ തടസ്സപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങളെ തള്ളിക്കളയുന്ന കാര്യങ്ങളെ ഒരിക്കലും അനുസരിക്കരുത് എന്നതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അത് വിശ്വാസി എന്ന നിലക്ക് അവിടെ നാം മാറി നിൽക്കണം. നമ്മുടെ യാത്രകൾ, നമ്മുടെ സഞ്ചാരങ്ങൾ, നമ്മുടെ ജീവിത രീതി, നമ്മൾ നമ്മുടെ സൗഹൃദത്തിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. നമസ്കരിക്കാനുള്ള സമയമായി, ആ സമയത്ത് വാഹനം സൈഡാക്കി നാം നമസ്കരിക്കുക എന്ന കാര്യം നാം ചിന്തിക്കേണ്ടതാണ്. നാലാളുകളും കൂടെയുള്ളത് നമസ്കരിക്കാത്ത ആളുകളാണല്ലോ. ഇനി ആ വണ്ടി സൈഡാക്കി ഞാൻ നമസ്കരിക്കാൻ പോയാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകുമോ എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അതവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടോ എങ്കിൽ നാം അവരുടെ കൂടെ നമുക്ക് സൗഹൃദത്തിന്റെ ആവശ്യമില്ല. അതാണ് ഖുർആൻ പറയുന്നത്, വലാ തുതി മൻ അഅഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത്താ. ഒരിക്കലും അള്ളാഹുവിന്റെ ഓർമ്മയെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെ നിങ്ങൾ അനുസരിക്കരുത്. അതുപോലെ തന്നെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും, അതിനെയും നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത് എന്നതാണ്. അങ്ങനെ പിൻപറ്റിയാലോ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമുക്കൊരു നിയമമുണ്ട്, സമയമായാൽ നമസ്കരിക്കണം, ആ സമയത്ത് നമുക്ക് നമസ്കരിക്കണം. ഹറാമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും, വ്യഭിചാരം പോലെയുള്ള, അവിഹിതം പോലെയുള്ള, മദ്യപാനം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും നമുക്ക് അടുക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അതിന് തുടക്കത്തിൽ ഒരു ആകർഷണീയതയുണ്ടാകും. നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഏതൊരു വൈവാഹിക ജീവിതത്തിന്റെയും പ്രഥമ കല്ലുകടി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്.
രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവിഹിതമാണ്, രണ്ടാമത്തേത് മദ്യപാനമാണ്. ഒരു പ്രശ്നവുമില്ല എന്ന് വിചാരിച്ചു തുടങ്ങുന്ന ഒരു ചാറ്റിംഗ്, ഒരു കോളിംഗ്, ഒരു അന്യ സ്ത്രീയുമായി ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ, അതിന്റെ തുടക്കം ആരും അറിയൂല. ഇയാളും ആ സ്ത്രീയും മാത്രമേ അറിയുള്ളൂ. പക്ഷെ അത് എവിടെയാണ് എത്തിപ്പെടുക? താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന മക്കൾ നമുക്കെതിരാകും. നമ്മെ ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ ഒരു സുപ്രഭാതത്തിൽ ഇതറിഞ്ഞു കഴിയുമ്പോൾ ഒരിക്കലും നമ്മൾ കാണാത്ത തരത്തിലുള്ള പ്രതികരണം ആ ഭാര്യയുടെ അടുത്ത് നിന്നുണ്ടാകും. കാരണം ആ ഭാര്യ നമ്മെ സ്നേഹിച്ചത്, ആ ഭാര്യയെ മാത്രം നാം ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നതുകൊണ്ടാണ് ഇത്രയും കാലം നല്ല രൂപത്തിൽ നമ്മളോട് വർത്തിച്ചത്. അതുപോലെ തന്നെയാണ് ഒരു ഭാര്യയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു, പ്രവാസിയായി ജീവിച്ചു. അവിടെ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഭാര്യയെയും മക്കളെയും മനസ്സിൽ എല്ലാ സമയത്തും ആലോചിച്ച് ജീവിച്ചു. ആ സമയത്ത് തന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഒരു അവിഹിതമുണ്ട് എന്ന് പറയുമ്പോ ഒരു പുരുഷന്റെ സ്വഭാവം മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് പലപ്പോഴും കൊലപാതകത്തിലേക്ക് എത്തിപ്പെടുന്നു. ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച കുടുംബങ്ങൾ തകർച്ചയിലേക്ക് എത്തിപ്പെടുന്നു. എന്താ കാരണം? അവിഹിതമാണ് കാരണം. അപ്പൊ അത് എവിടെ നിന്ന് തുടങ്ങി? അത് ചില സൗഹൃദങ്ങൾക്കിടയിൽ അതൊരു പ്രശ്നമല്ലാതായി തോന്നി. എല്ലാവർക്കും അങ്ങനെ ഓരോ ബന്ധങ്ങളുണ്ടല്ലോ, അങ്ങനെ ഓരോ ബന്ധങ്ങളായിക്കൂടെ എന്ന ചിന്ത പലപ്പോഴും മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ടോ? ആ ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മദ്യപാനം എന്നത്. നല്ല കുടുംബങ്ങളിൽ പോയി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ആ കുടുംബത്തെ കണ്ട് ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് മദ്യപിക്കുന്നു എന്നറിയുന്നതോടുകൂടെ, തന്റെ ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നു എന്നറിയുന്നതോടുകൂടെ ആ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ വിചാരിച്ചു കൊടുത്ത് കിട്ടുമോ? ജീവിതം എന്നത് നമ്മൾ പറയും കുറച്ചു കാലമാണ്. ജീവിതം എന്നത് വളരെ കുറച്ചു കാലമാണ്. പക്ഷേ ജീവിതം ചില സന്ദർഭങ്ങളിൽ ഒരു 10,000 കൊല്ലം ജീവിക്കുന്നത് പോലെ ജീവിതം അനുഭവപ്പെടും. നല്ല ജീവിതമല്ലെങ്കിൽ. നല്ല ജീവിതമാണെങ്കിലോ വിവാഹം കഴിഞ്ഞു, മക്കളായി, 40 വയസ്സായി, പേരമക്കളായി, 50 വയസ്സായി, 60 വയസ്സായി, വളരെ സുന്ദരമായി ഒരു 10, 75, 80 വയസ്സ് കൂട്ടുക, മരിച്ച അങ്ങനെ ഉഷാറായിട്ടാണ് പോകും. മക്കൾ പ്രാർത്ഥിക്കാനുണ്ട്, പേരമക്കൾ പ്രാർത്ഥിക്കാനുണ്ട്, മരുമക്കൾ പ്രാർത്ഥിക്കാനുണ്ട്. എത്ര കുറച്ചു കാലല്ലേ വാപ്പ ജീവിച്ചതെന്ന് തോന്നും. എന്നാൽ ജീവിതത്തിലേക്ക് ചില തെറ്റുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ കാലഘട്ടം പോലും ഒരുപാട് കാലമായി അനുഭവപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സൗഹൃദങ്ങൾ ഒരിക്കലും നമ്മെ വഴിപിഴപ്പിക്കുന്ന സൗഹൃദങ്ങളാകരുത് എന്ന് പ്രായമുള്ള ആളുകൾ ആദ്യം മനസ്സിലാക്കണം. ക്യാമ്പസിലേക്ക് കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ വെക്കേഷൻ സമയത്ത് ധാരാളം സമയങ്ങൾ കഴിച്ചുകൂട്ടാൻ സമയമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, നല്ല കുടുംബത്തിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോകുന്ന ഒരു വിദ്യാർത്ഥിനി, നല്ല ബാപ്പയുടെയും ഉമ്മയുടെയും മകളായിക്കൊണ്ട് +2ഉം +1ഉം +2ഉം കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിനി, അവിടെ പലതും നമ്മളോട് ട്രൈ ചെയ്യാൻ വേണ്ടി പലരും ആവശ്യപ്പെടും. അതാണ് സൗഹൃദം എന്ന് പറഞ്ഞാൽ. 10 ആളുകളുണ്ടോ, 8 ആളുകളും വഴിതെറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കാണ് നാം പോകുന്നത്. അവസാന കാലഘട്ടത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നന്മയെ ആളുകൾ തിന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ്. നല്ലതിനെ മോശമായി കാണും, മോശം കാര്യത്തെയോ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ തിന്മ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ ഉപദേശിക്കാൻ പോയാൽ അയാൾ നിങ്ങളോട് പറയും, നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വരുമെന്നാണ്. ആരും ഇപ്പോൾ ആരുടെയും കാര്യം നോക്കാൻ പോകലില്ല. ഒക്കെ അവനാന്റെ മക്കളുടെ കാര്യം വരെ വാപ്പാര് നോക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്. അവിടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് പറയുന്ന ആദ്യമായി നൽകുന്ന ഒരു ലഹരി ഈ വിദ്യാർത്ഥിക്ക് ആദ്യം അതിനോട് ഒരു തരം മടിയുണ്ടാകും. ഞാൻ ട്രൈ ചെയ്യൂല. പിന്നെ ഒരു പരീക്ഷണം എന്ന നിലക്ക് അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.
പിന്നെ അത് ജീവിതത്തിലെ പതിവായി തീരും. അതോടുകൂടെ ആ കുട്ടിയുടെ ജീവിതം, അവന്റെ പഠനം, അവന്റെ ഭാവി, അവന്റെ ജോലി, അവന്റെ വിവാഹം, സന്തോഷകരമായ കുടുംബജീവിതം നഷ്ടപ്പെടും. അവിടെ അള്ളാഹുവിന്റെ ഓർമ്മയെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല എന്നത് കോളേജുകളിൽ, സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഓർക്കേണ്ട ഒന്നാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ആൺ പെൺ സൗഹൃദങ്ങൾ അതിരുവിട്ടു പോകുന്നതിന്റെ സ്റ്റാർട്ടിങ്, അതിന്റെ തുടക്കം ഇസ്ലാം എതിർത്തതാണ്. എത്രത്തോളം അറിയോ? ഒരാണും ഒരു പെണ്ണും അത് ഇങ്ങനെയാണെങ്കിലും ശരി, അത് ഇങ്ങനെയാണെങ്കിലും ശരി, കൈ കൊടുക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ചില ആളുകൾ പറയും നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലാണ്, 3-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഒരാണും ഒരു പെണ്ണും ഇങ്ങനെ കൈ കൊടുത്താലും ഇങ്ങനെ കൈ കൊടുക്കുന്നതും ഇസ്ലാമിൽ അനുവദനീയമല്ല. ഇസ്ലാമിൽ അനുവദനീയമല്ല. അതിലും നല്ലത് നിങ്ങൾക്ക് ഒരു ഇരുമ്പിന്റെ ആണിയെടുത്ത് നിങ്ങളുടെ തലയിൽ അടിച്ചു കയറ്റുന്നതാണ് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. എന്താണെന്നറിയോ? അത്രത്തോളം ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയാകാം, തന്റെ ഫ്രണ്ട്സ് ആകാം, തന്റെ കടയിൽ ജോലി ചെയ്യുന്നവളാകാം, തന്റെ കൂടെ വർക്ക് ചെയ്യുന്നവളാകാം. അവൾ കയറേണ്ടത് നമ്മുടെ ബൈക്കിന്റെ പിന്നിലല്ല, അതിന്റെ കൂട്ടുകാരിയാണ്, അതിന്റെ ഫ്രണ്ടാണ്. ഇല്ല, അതിനാണ് ഇസ്ലാമിലെ മഹ്റം. ആരൊക്കെയാണ് അതിനനുവദനീയമായിട്ടുള്ളത് എന്നത് ഇസ്ലാമിൽ പറയുന്നുണ്ട്. മാന്യമായി സംസാരിക്കുക. വലാ തഹ്ളഅന ബിൽ ഖൗലി, കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നിങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കരുത്. ഖുർആൻ പറയാം, ആരാ മനുഷ്യന്റെ മനസ്സ് സൃഷ്ടിച്ചത്? ആരാ പുരുഷനെ സൃഷ്ടിച്ചത്? ആരാ സ്ത്രീയെ സൃഷ്ടിച്ചത്? ആ റബ്ബ് പറയാം, നിങ്ങൾ പുരുഷനോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. കാരണം ആ പുരുഷന്റെ മനസ്സിൽ ചില രോഗങ്ങൾ ഉണ്ടാകും. ആരായാലും, നിന്നാളെന്നൊന്നുമില്ല, ആരായാലും ഉണ്ടാകും. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഈ നിയമം വിട്ടുകഴിഞ്ഞാൽ, ഈ നിയമം ഒന്ന് കൈകൊടുക്കലിലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പലതിലേക്കും വഴുതി മാറിപ്പോകാം. അതുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ തുടക്കത്തിൽ ആ തരത്തിലുള്ള നിയമങ്ങൾ വെച്ചത്. അതുകൊണ്ട് ജീവിതത്തിലെ ലക്ഷ്യമെന്നത് പരലോകമാണ്. സെലിബ്രിറ്റിയാകുക എന്നത് മാത്രമല്ല പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയെങ്കിലുമൊക്കെ സെലിബ്രിറ്റിയാകണം എന്നതല്ല ജീവിതത്തിലെ നിയമം എന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? പല ആളുകളും പല വ്ളോഗുമായി കൊണ്ട്, പല യൂട്യൂബ് ചാനലുമായി, പല ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി ഒന്നാമത്തെ ദിവസം വന്ന വീഡിയോയും ഇപ്പോൾ അവർ എത്തി നിൽക്കുന്ന വീഡിയോകളും നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്നാമത്തെ ദിവസം കുഴപ്പമുണ്ടാവില്ല, പിന്നെ ജീവിതം പിടുത്തം വിടുകയാണ്. എന്താ? ആണും പെണ്ണും പരസ്പരം ഒന്നിച്ചുള്ള യാത്രയിൽ അത് തീർച്ചയായും വഴികേടിലേക്കാണ് എത്തുക. അപ്പൊ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭർത്താവിന് ഇത് പറ്റൂല, അപ്പൊ ഭർത്താവ് എതിർക്കും, ജീവിതം നഷ്ടപ്പെടും. ഭാര്യ ഒരുപാട് അവകാശങ്ങളെ കുറിച്ച് ഒരുപക്ഷെ സംസാരിക്കും. അതുകൊണ്ട് അവിടെ ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളുണ്ട്, വളരെ കൃത്യമായ നിയമങ്ങൾ ഇസ്ലാം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെയാണ്. അവർ ഭൗതികമായ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുന്നതോടുകൂടെ ധാരാളം സൗഹൃദങ്ങൾ അവരിലേക്ക് കടന്നു വരും. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, അവർ വീട്ടിലാകുമ്പോൾ അവരുടെ സൗഹൃദത്തിന് ഒരു കൃത്യമായ രൂപമുണ്ടാകും. സ്വാഭാവികമായി അവർ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോ ഒരു പക്ഷേ രാഷ്ട്രീയമാകാം, മതമാകാം, ബാക്കിയുള്ള നമ്മുടെ സാമൂഹികമായ പശ്ചാത്തലങ്ങളിലാകാം. അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടുകൂടെ അവർക്ക് പുതിയ സൗഹൃദങ്ങൾ കടന്നു വരും. ആ സൗഹൃദങ്ങൾ കടന്നു വരുമ്പോ അവർക്ക് ഇസ്ലാം അനുവദിച്ച ഒരു വസ്ത്രവിധാനമുണ്ട്. അത് എവിടെ പോയാലും, ഏത് രാഷ്ട്രീയമാണെങ്കിലും, ഏത് മതമാണെങ്കിലും, ഏത് ക്ലബ്ബുകളാണെങ്കിലും, ഏത് പൊതു ഇടങ്ങളാണെങ്കിലും തന്റെ തലയിലെ മുടി കാണിക്കാൻ ഒരു പെണ്ണിന് ഇസ്ലാമിൽ അവകാശമല്ല. പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ വളരെ ഉഷാറാണ്. പിന്നെ മഫ്ത കുറച്ച് കയറാൻ തുടങ്ങി, പിന്നെ ഇവിടുത്തെ മഫ്ത കുറച്ച് ഇറങ്ങാൻ തുടങ്ങി, പിന്നെ കൈ കുറച്ച് കയറാൻ തുടങ്ങി. കാരണം എന്താ? ആ സൗഹൃദത്തിനനുസരിച്ച് ആ സൗഹൃദം അങ്ങനെ മാറും. പിന്നെ ചില പ്രോഗ്രാമുകൾ ഉണ്ടാകും, അതില് കുറച്ച് പുരുഷന്മാരുണ്ടാകും, കുറച്ച് സ്ത്രീകൾ ഉണ്ടാകും. സ്വാഭാവികമായി ഒരു പാട്ട് വെക്കും. അപ്പൊ ആണും പെണ്ണും ഒന്നിച്ച് ഒരു ഡാൻസ് കളിക്കും. അത് ഭർത്താവിന് വീട്ടിൽ പറ്റൂല, ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങും. ഭാര്യ
പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങാം. ഇവിടെയൊക്കെ ഭാര്യമാർക്ക് മാന്യമാണോ? അവർക്ക് ജോലി ചെയ്യാം, പൊതു ഇടങ്ങളിൽ പോകാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ വഴിതെറ്റിപ്പോയാൽ അതിന് കൃത്യമായ ഒരു വരയുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ ആ സൗഹൃദങ്ങൾ ഒരിക്കലും നമ്മുടെ ചിന്തയെ വഴിപഴപ്പിക്കാൻ പാടില്ല. ചിന്തകളിൽ പലതും സ്വാധീനിക്കും. കുറച്ച് പ്രായമായി കഴിഞ്ഞ് പൊതു ഇടങ്ങളിലേക്ക് പോയി 4-5 ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം ഒരു പക്ഷേ സ്ത്രീകൾക്ക് തോന്നിയാലോ, ഇത്രയൊന്നും കാലം വേണ്ടത്ര ഒരു അവകാശമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, വേണ്ടത്രയൊന്നും സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടത്ര ഒരു അവകാശമൊന്നും തന്നിട്ടില്ല. അപ്പോൾ പുതിയ നമ്മൾ മുമ്പ് കേട്ടതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ പുതിയത് ഇങ്ങനെ കേൾക്കുമ്പോ അവരുടെ മനസ്സിലേക്ക് ഈ ലിബറൽ ചിന്തകൾ വരും. കുടുംബജീവിതത്തിൽ പ്രശ്നമാകും, ഭർത്താവ് പറയുന്നത് കേൾക്കാത്ത ഭാര്യയാകും. എന്താണെന്നറിയോ, സൗഹൃദങ്ങൾ നമ്മെ വഴിപിഴപ്പിക്കാൻ പാടില്ല. നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞു, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, നാളെ പരലോകത്ത് കൈകടിക്കുന്ന അക്രമികളായ ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, യഖൂലു, അവർ പറയും, യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല, ഞാൻ എന്റെ പ്രവാചകന്റെ മാർഗം പിൻപറ്റിയിരുന്നെങ്കിൽ. ഏതാ പ്രവാചകന്റെ മാർഗം എന്ന് പറഞ്ഞ ഖുർആനും ഹദീസ്. ഞാൻ ആ മാർഗം ഞാൻ പിൻപറ്റിയിരുന്നെങ്കിൽ. യാ വൈലത്ത, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്ന കൂട്ടുകാരനെ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ഇന്ന കൂട്ടുകാരനെ സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരാളായിരുന്നു, ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു, ഞാൻ നല്ല ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന സൗഹൃദം സ്വീകരിച്ചതിന് ശേഷം എന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് വഴിപിഴപ്പിച്ചു. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, പിശാച് മനുഷ്യനെ ഇങ്ങനെ കൈവടിയുന്ന ഒരാളാണ്. അതിന്റെ അർത്ഥം എന്താ? പിശാചെല്ലാം മനോഹരമാക്കി തോന്നിപ്പിക്കും. പിന്നെയോ അവസാനം നമ്മെ പതുക്കെ കൈവടിയുന്ന ആളാകും പിശാച് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഖുർആനിലെ മറ്റൊരായത്ത്, അൽ അഖില്ലാഉ യൗമഇദിൻ, നാളെ പരലോകത്ത് ചില സൗഹൃദങ്ങൾ, ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ, അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച സൗഹൃദങ്ങളല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ അത് അള്ളാഹുവിനെ മറക്കുന്നവരെ പോലെയാകരുത്. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി, നല്ല കൂട്ടുകാർ, മോശം കൂട്ടുകാർ, അതിന്റെ ഉപമ, നല്ല കൂട്ടുകാർ ഉപമ കഹാമിലുൽ മിസ്ക്, കസ്തൂരി വാഹകനെ പോലെയാണ്. മോശം കൂട്ടുകാരുടെ ഉപമ കൊല്ലന്റെ ആലയിലിരിക്കുന്നവനെ പോലെയാണ്. ഹാമിലുൽ മിസ്ക്, കസ്തൂരി വാഹകൻ എന്ന് പറഞ്ഞാൽ ഇമ്മാ അൻ യുഹ്ദീക വ ഇമ്മാ അൻ തബ്തഅ മിൻഹു വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബാ. നല്ല കൂട്ടുകാരനാണോ, ഒന്നുകിൽ അവനിൽ നിന്ന് നിനക്ക് സൗജന്യമായി പലതും ലഭിക്കും, എഫേർട്ട് ഇല്ലാതെ നന്മ ലഭിക്കും, നല്ല കൂട്ടുകാരന്റെ കൂടെ കൂടിയാൽ. അതല്ലെങ്കിൽ നിന്റെ ജീവിതം ഇമ്മാ അൻ തബ്തഅ മിൻഹു, അവനിൽ നിന്ന് ചിലതെല്ലാം കണ്ടുപഠിച്ച് നിന്റെ ജീവിതം തന്നെ ചേഞ്ച് ആകും. അവന്റെ കൂടെ പോയോ സമയമാകുമ്പോൾ നമസ്കരിക്കും, അവന്റെ കൂടെ പോയോ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടാകും, അവന്റെ കൂടെ പോയോ അവിടെ മദ്യപാനവും മോശപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകില്ല. അതല്ലെങ്കിൽ നല്ല ഒരു ഗന്ധമെങ്കിലും നിനക്ക് ലഭിക്കും. എന്നാൽ വനാഫിഖുൽ കീർ, പ്രവാചകൻ പറയാ, കൊല്ലന്റെ ആലയിലിരിക്കുന്നവനെ പോലെ എന്ന് പറഞ്ഞാൽ ഇമ്മാ അൻ യഹരിക സിയാബക, ഒന്നുകിൽ നിന്റെ വസ്ത്രത്തിന് അത് കരിച്ചു കളയും, വ ഇമ്മാ അൻ തജിദ റീഹൻ മുൻതിന, അതല്ലെങ്കിൽ മോശപ്പെട്ട ഗന്ധമാണ് നിനക്കും ഉണ്ടാകുക എന്നതാണ്. അതുകൊണ്ട് ചില സൗഹൃദങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ഒരു 2-3 സൗഹൃദങ്ങൾ ഉണ്ടാക്കണം. ഒന്നാമത്തേത് നല്ല മനുഷ്യരുമായിട്ടുള്ള സൗഹൃദമാണ്. അത് നമുക്ക് ആവശ്യമാണ്. ചില സമയത്ത് അവരുടെ ഉപദേശങ്ങൾ നമുക്ക് ആവശ്യമുണ്ടാകും, നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഉണ്ടാകണം. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന ചൊല്ലാൻ കഴിയുന്ന എത്ര സൗഹൃദങ്ങൾ നമുക്കുണ്ടാവും?
നമ്മൾ മരിച്ചാൽ ആളുകൾ വരണ്ടേ? കുറെ ആളുകൾ മാത്രം വന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമാമിന്റെ പിന്നിൽ നിൽക്കാൻ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന അറിയുന്ന, തസ്ബീത്ത് അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന എത്ര സൗഹൃദങ്ങൾ നമുക്കുണ്ടാകും. ആ സൗഹൃദം നമുക്കുണ്ടാവുള്ളൂ, പരലോകത്ത് ഉപകാരപ്പെടുള്ളൂ. അല്ലാത്തത് നമുക്കാകാം, സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകാം. ചില സൗഹൃദങ്ങൾ ഡിസ്റ്റൻസ് വെച്ച് നാം പോയിട്ടില്ലെങ്കിൽ നമ്മെ അത് തിന്മയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല സൗഹൃദം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.